ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മുരുടേശ്വരം യാത്ര. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ മാറി എന്തായാലും ഇപ്രാവശ്യം മുരുടേശ്വരത്ത് പോയി അവിടെ ഇരിക്കുന്ന ഭഗവാനെ കണ്ട് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനും എൻ്റെ കുടുംബവും യാത്ര തുടങ്ങിയത്. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ടാക്സി ചോദിച്ചപ്പോൾ 24,000 രൂപയാണ് ടാക്സി പറഞ്ഞത്. പിന്നെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ചു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയുണ്ട്, അപ്പോൾ അതെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എൻ്റെ മക്കളുണ്ട്. അമ്മാവാനൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഉറക്കമാണ്. ആ ഒരു ഉറക്കത്തിൻ്റെ ഇത് അങ്ങോട്ടും വിട്ടു മാറിയിട്ടില്ല. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര. രാത്രിയായപ്പോൾ ഞങ്ങൾ കണ്ണൂർ സ്റ്റേ ചെയ്തു. കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ കോഴിക്കോട് കയറി മംഗലാപുരം വഴി കുന്നപ്പുര വഴി മുരുടേശ്വരമാണ് എത്തിയത്. എളുപ്പ വഴിയാണ്. 526 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് തുറവൂരിന്ന്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ മീനൊക്കെ കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ട് മംഗലാപുരത്തുകാരനാണ്. അപ്പം അതുകൊണ്ട് അവനറിയാം യാത്രയിൽ എത്രയോളം ദൂരം ഉണ്ടെന്നൊക്കെ അവനറിയാം. അപ്പം ആ ഫ്രണ്ട് പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ആ റൂട്ടിലാണ് പോയത്. അപ്പം എല്ലാവരും അതുവഴി പോയാൽ വേഗം നമുക്ക് പോയി മുരുടേശ്വരം പോയി കണ്ടിട്ട് വരാം. ഹൈവേ ആണ്, നല്ല സ്ട്രൈറ്റ് ഹൈവേ ആണ്. പിന്നെ ഇടയ്ക്ക് പണികളൊക്കെ തുടങ്ങുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും താമസം ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കി വേണം പോകാനായിട്ട്. ഞങ്ങൾ 22-ാം തീയതി ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ പട്ടിയൊക്കെ ഞങ്ങൾ ചേർത്തലയിലുള്ള മോസാൻഡ് മിയാവൂസ് എന്ന ഗ്രൂമിങ് സെൻറ്ററിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ വന്നിട്ട് വേണം പട്ടിയൊക്കെ എടുക്കാനായിട്ട്. ബാക്കി മീനിനൊക്കെ എൻ്റെ ഒരു വീടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, അവനെയാണ് ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ തീറ്റയും ഒക്കെ കരുതി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. അങ്ങനെ ഞങ്ങൾ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി. സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എവിടെയാണെന്ന്, ഞാൻ നോക്കിയില്ല സ്ഥലം. ഞങ്ങൾ എടപ്പള്ളി വഴി ഗുരുവായൂർ കയറി കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂർ കയറി കണ്ണൂർ ഞങ്ങൾ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാസർഗോഡ് കയറി. കാസർഗോഡ് നിന്ന് മംഗലാപുരം വഴി കുന്നപ്പുര വഴി മുരുടേശ്വരമാണ് പോയത്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റി. നാഷണൽ ഹൈവേ ആണ്. പിന്നെ ഞങ്ങൾ കണ്ണൂരാണ് സ്റ്റേ ചെയ്യുന്നത്. കണ്ണൂർ രാത്രി സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ കണ്ണൂർ സ്റ്റേ ചെയ്തു ഞങ്ങൾ. എന്നിട്ട് നേരെ മംഗലാപുരം വഴി ഞങ്ങൾ മുരുടേശ്വരത്തെത്തി. പിന്നെ മുരുടേശ്വരത്ത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനാണ് എനിക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നത്. നല്ല റൂംസൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് മോൻ കുറേ ദിവസമായി പറയണം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. അപ്പം എൻ്റെ മുരുടേശ്വരത്തേക്ക് പോകാമല്ലോ എന്ന് ചോദിച്ച് ഞങ്ങളങ്ങനെ മുരുടേശ്വരത്ത് ട്രിപ്പ് എടുത്തു. ഞങ്ങളങ്ങനെ വഴിയിൽ നല്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇത് പുതിയ റോഡാണ് കേട്ടോ, പൊന്നാനിയിൽ പോകുന്ന റൂട്ടാണിത്. ഇപ്പം ഈയിടെയായിട്ട് ആണ് ഈ റോഡ് പണി കഴിഞ്ഞ് തുറന്ന് കെട്ടിയാക്കുന്നത്. നേരത്തെ വേറൊരു റോഡായിരുന്നു, ഇതിപ്പോൾ പുതിയ റോഡാണ്. സൈഡിലൊക്കെ നല്ല
വ്യൂ ആണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ ഒരുപാടൊന്നും ബുദ്ധിമുട്ടിയില്ല, കാരണം ഞങ്ങളുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടൊന്നും വലുതായിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനോടാണ് ഞാൻ റൂട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ നല്ല കാര്യമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് തന്നുകൊണ്ട് ഞങ്ങൾക്ക് പോയി വരാനായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് യാത്രയിൽ വഴിയൊന്നും എത്തിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട് കാര്യമായിട്ട് തന്നെ ദൂരം എത്രയൊക്കെ ഉണ്ടെന്നും ഏത് വഴിയാണ് പോകേണ്ടതെന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു യാത്രയാണ് എനിക്ക് മുരുടേശ്വരത്ത് കിട്ടിയത്. റൂംസൊക്കെ കിട്ടിയിരുന്നു. ഇപ്രാവശ്യം പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കൊന്നും ഇല്ല. അപ്പം ഇപ്പം പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ പോയിട്ട് കണ്ടിട്ട് വരിക. അപ്പം ഞാൻ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, ഏതൊക്കെ വഴിയിലാണ് എളുപ്പമെന്ന് പോയിട്ട് വരാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ ഉടുപ്പി എത്തി ബാക്കിയുള്ള വീഡിയോസ് വേറൊരു പാർട്ടിലൂടെ നമുക്ക് കാണാം. ഉടുപ്പിയിൽ ടോളുണ്ട്, ടോളൊക്കെ അടിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കികളെ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.